ജമ്മു കശ്മീരിലെ എല്ലാ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജമ്മു കശ്മീരിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ആഹ്വാനം. അതേസമയം ഇന്ത്യ സഖ്യത്തിന് എല്ലാവരും വോട്ട് ചെയ്യണമെന്നും ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി നീക്കം ചെയ്തത് മനസ്സിലുണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. ഇന്ത്യക്കുള്ള നിങ്ങളുടെ ഓരോ വോട്ടും BJP സൃഷ്ടിച്ച അനീതിയുടെ ഈ ദുഷിച്ച വലയം തകർത്ത് ജമ്മു കാശ്മീരിനെ സമൃദ്ധിയുടെ പാതയിലേക്ക് കൊണ്ടുവരുമെന്ന് രാഹുൽ പറയുന്നുണ്ട്. വികസിതവും ഭീകരരഹിതവുമായ പ്രദേശത്തിനായി വോട്ട് ചെയ്യണമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭ്യർത്ഥിച്ചത്. ജമ്മു കാശ്മീരിലെ യുവാക്കളുടെ സുവർണ ഭാവി, ദരിദ്രരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ, പ്രദേശത്തിന്റെ വികസനം എന്നിവയ്ക്കായി പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സർക്കാരിന് ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനും ജമ്മു കാശ്മീരിനെ തീവ്രവാദം, സ്വജനപക്ഷപാതം, അഴിമതി എന്നിവയിൽ നിന്ന് മോചിപ്പിക്കാനും വോട്ട് ചെയ്യൂ എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ നല്ല മാറ്റത്തിനായി ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചത്. ജമ്മു കാശ്മീരിലെ ജനങ്ങൾ അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കണമെന്നും ഖാർഗെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് രാവിലെ 7 മണിക്കാണ് ആരംഭിച്ചത്. 2.5 ദശലക്ഷത്തിലധികം വോട്ടർമാരാണ് രണ്ടാം ഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. 26 സീറ്റുകളിൽ നിന്നായി 239 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മത്സരിക്കുന്ന പ്രമുഖ സ്ഥാനാർത്ഥികളിൽ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഉൾപ്പെടുന്നു. BJP അധ്യക്ഷൻ രവീന്ദർ റെയ്നയും സെൻട്രൽ ഷാൽത്തെ സീറ്റിൽ നിന്ന് ജമ്മു കാശ്മീർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് താരിഖ് ഹമീദ് ഖൻഡ്രയും രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. രണ്ടാം റൗണ്ടിലെ 26 സീറ്റുകളിൽ 15 എണ്ണവും വിഘടനവാദികളുടെ ശക്തി കേന്ദ്രമായിരുന്ന മധ്യ കശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗറിന് ചുറ്റുമുള്ള പല പ്രദേശങ്ങളിലും വിഘടനവാദികൾക്ക് കാര്യമായ ശക്തിയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഗന്യാർ, സെദ്ബാൽ, ലാൽ ചൌക്ക്, ഈദ്ഗാഹ്, ഹസ്രഭൽ എന്നിവയുൾപ്പെടെ വിഘടനവാദികൾക്ക് ആധിപത്യമുള്ള ഈ പ്രദേശങ്ങളിൽ മുൻകാലങ്ങളിൽ വോട്ടിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. അതേസമയം സെപ്റ്റംബർ 18 നടന്ന ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയെന്നതും ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 7 ജില്ലകളിലെ 24 മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം 61.13%. 2014 റെക്കോർഡ് കണക്കിനേക്കാൾ കുറവായിരുന്നു ഇത്. അതേസമയം ഒന്നാം ഘട്ടത്തിൽ കഴിഞ്ഞ 4 ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ, 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ എന്നിവയേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനം വർദ്ധിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. കൂടുതൽ മികച്ച സുരക്ഷാ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും സജീവ പങ്കാളിത്തം, മികച്ച പ്രചരണം എന്നിവയെല്ലാം പോളിംഗ് വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഒക്ടോബർ 1 നടക്കും. ഹരിയാനയിലെ വോട്ടെണ്ണലിനൊപ്പം ഒക്ടോബർ 8 വോട്ടെണ്ണലും നടക്കുകയാണ്.